ഹായ് ഗായ്സ്. സോ നമ്മളിന്ന് നമ്മുടെ ബർത്ത്ഡേയുടെ ഫസ്റ്റ് ഇതായിട്ടുള്ള ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ആരുടെ ഷോപ്പിങ്ങിനെ പോണ ചോദിച്ചാമ്മ? എന്റെ ഷോപ്പിങ്ങിനെ പോണത്. എന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണതാണല്ലോ. സോ അതിനുണ്ട് ഇവിടെ അശ്വതി ശ്യാം പുറത്ത് നിൽക്കുന്നുണ്ട്. സോ അപ്പം എനിക്ക് മെറ്റീരിയൽ ഇപ്പം ഇന്ന് മാർച്ച് 15, തമ്പുവിന് 11 മാസമുള്ളപ്പോഴാണ് നമ്മള് അവന്റെ ബർത്ത്ഡേയുടെ ഉടുപ്പെടുക്കാൻ പോകുന്നത്. സോ നമ്മള് നമ്മുടെ ഡിസൈനർ അവിടെ വന്നിട്ടുണ്ട്. സോ നമ്മള് ഒരു ഗൗണാണ് ഉദ്ദേശിക്കണല്ലേ? യെസ്, ഒരു ഗൗണാണ് ഉദ്ദേശിക്കണേ. അപ്പൊ അതിനുള്ള മെറ്റീരിയൽ എടുക്കാൻ പോവാണ്. പരാഗിലാ പോണത് കേട്ടോ. തൃപ്പൂണിത്തുറയിൽ പരാഗുണ്ട്. അപ്പൊ അവിടെയാ പോണത്. കൃഷ്ണ, വിന്റേജ് ബൈ കൃഷ്ണ. എനിക്ക് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അവര് ചെയ്താലും എല്ലാത്തിനും ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഡിസൈനർ കൃഷ്ണയുണ്ട്, മേക്കപ്പ് ചെയ്യാനും കൃഷ്ണ, എല്ലാം കൃഷ്ണന്മാരാണ്. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണയാണ്. അങ്ങനെ കൃഷ്ണന്മാരുടെ ഒരു സംഘം തന്നെ എനിക്കുണ്ട്. സോ അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി ആളവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വേഗം ചെല്ലണം, മെറ്റീരിയൽസ് ഒക്കെ നോക്കണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയില്ല. തമ്പുവിന്റെ കുപ്പായ നമ്മൾ ഓൾറെഡി തയ്ക്കാൻ കൊടുത്തു അല്ലെ? തമ്പുവിന് നമ്മള് അഫ്കോഴ്സ് കോട്ടും സൂട്ടും ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്യൂട്ടാണ്. അപ്പം നല്ലോണം തയ്ക്കണ ഒരു ചേട്ടനാണ്. അതായത് വേറെ ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടൻ ഇപ്പൊ കിച്ചാൻ വർക്ക് ചെയ്യണം അവിടെ ഉണ്ട്. അപ്പൊ എന്നാൽ നമുക്ക് അങ്ങനെ തയ്പ്പിക്കാലോ എന്ന് വിചാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി എല്ലാം ഇങ്ങനെ അടുത്ത് സാധനങ്ങൾ നമുക്ക് കാരണം ഞങ്ങളിങ്ങനെ കൊറേ ഓൺലൈനിൽ നോക്കിട്ടോ എന്താ നല്ലൊരു കോട്ടൺ സൂട്ടൊക്കെ. പക്ഷെ നമുക്ക് മനസ്സിന് പിടിക്കുന്ന ഒരെണ്ണം എങ്ങും കണ്ടില്ല. ഇനിയിപ്പൊ ഈ തയ്പ്പിക്കണത് അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സ്പോട്ടായിരിക്കും അത്. അതായത് ആമ്പിളർ അമ്മമാർക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് 1 വയസ്സ് എല്ലാം തയ്ക്കൂട്ടോ അവര്. അതായത് ഞാൻ പറഞ്ഞ മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും തയ്പ്പിക്കാം. ഈ കോട്ടും സൂട്ടും ഒക്കെ 1 വയസ്സുള്ളത് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്ച്ച് കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ ഇത് ഒരു ഹിറ്റ് ആവുകയാണെങ്കിൽ, ഈ ഉടുപ്പ് നല്ല ഹിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഞാൻ നല്ലൊരു സ്പോട്ട് കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ എന്തായാലും അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നേരെ പരാഗിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ പരാഗിലെത്തി. ഒരുപാട് പേർക്ക് പരാഗ് തൃപ്പൂണിത്തുറയിൽ ഉണ്ട് എന്ന് അറിയില്ല കേട്ടോ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കണെന്നുള്ളത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണ ഓൾറെഡി വന്ന് മെറ്റീരിയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൗണാണ്, ഒരു മെർമെയ്ഡ് കൈൻഡ് ഓഫ് ഗൗണാണ്. ഞാൻ എപ്പോഴും എല്ലാ പരിപാടിക്കും സാരി, ചുരിദാർ, സൽവാർ, പിന്നെ എന്താണ് ലെഹങ്ക അങ്ങനെയൊക്കെ ഇട്ടത്. ഇതുവരെ ഗൗൺ ഇട്ടിട്ടില്ല. എന്നാൽ പിന്നെ ഇത്തവണ ഗൗൺ ആയിക്കോട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു ഇംഗ്ലീഷ് ടച്ച് ഒക്കെ പിടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ OG വ്യൂവേഴ്സിന് കൃഷ്ണേനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കാറ് വാങ്ങാൻ പോയ അന്ന് മുതൽ കൃഷ്ണ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് കൃഷ്ണയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, കൃഷ്ണയുടെ അമ്മ. ഇതാണ് കേട്ടോ കൃഷ്ണയുടെ അമ്മ. കൃഷ്ണയുടെ അമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. തമ്പു നേരെ ആന്റിയുടെ അടുത്തേക്ക് പോയി ഫുൾ ചിരിയും കളിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സമാധാനപരമായിട്ട് സാധനങ്ങളൊക്കെ നോക്കാൻ പറ്റി കേട്ടോ. അപ്പൊ കിച്ചാനും തമ്പും കോട്ടും ഷൂട്ടും ആണല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സോ ഞാൻ ഈ ഒരു ഷെയ്ഡാണ്, ഒരു ഗോൾഡൻ ബേജ് ഷെയ്ഡാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് സെൽഫ് വർക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃഷ്ണക്ക് ഇഷ്ടം പോലെ ഐഡിയ ഉണ്ട്. നമ്മളൊരു സംഭവം പറഞ്ഞു കൊടുത്താൽ മതി, ആള് തന്നെ ഐഡിയ ഒക്കെ വെച്ച് നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് തരും. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ എല്ലാ മെറ്റീരിയൽസും കിട്ടി. നേരെ അതൊക്കെ വാങ്ങി ഇനി നമ്മൾ അളവെടുക്കാൻ പോവാണ്. അളവ് കൊടുക്കാനായിട്ട് ഞങ്ങൾ വൈകുന്നേരം പോകണം. നമ്മളപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഈവനിങ് ആയപ്പോൾ നേരെ ഞാൻ കൃഷ്ണയുടെ ഷോപ്പിലേക്ക് വന്നു കേട്ടോ. ആളുടെ ഷോപ്പിന്റെ പേര് വിന്റേജ് ബൈ കൃഷ്ണ എന്നാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ പേരും സെയിം തന്നെയാണ്. ഇവരെല്ലാത്തരം വർക്ക്സും ചെയ്യും കേട്ടോ. ബ്രൈഡൽ വർക്ക്സ് ആയിക്കോട്ടെ, ഏത് ഡിസൈനർ വർക്ക്സും എല്ലാവർക്കും. ആൻഡ് അവർക്ക് ഒരുപാട് റെഡിമെയ്ഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ. സോ എന്തെങ്കിലും ഡിസൈനർ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആളോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടിപൊളിയാണ്. ഫിറ്റിംഗ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, എല്ലാം 100 out of 100 ആണ്. അങ്ങനെ ഒരുപാട് ഡിസ്കഷന് ശേഷം നമ്മൾ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്കം കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ഗൈസ്. ഹായ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ എനിക്ക് ഓൺലൈനിൽ വാങ്ങാനുണ്ട്. ഞാൻ എന്താണ് മിണ്ടാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ നല്ല ഉറക്കാണ്. ഞാനിങ്ങനെ മിണ്ടി അവനെ അപ്പം എണീക്കും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. സോ ഞാൻ ഓൾറെഡി കുറച്ച് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തമ്പൂനൊരു ഔട്ട്ഫിറ്റ് മേടിക്കണം. അവന് സ്യൂട്ട് ആയതുകൊണ്ട് അവൻ എന്തായാലും അത് മുഴുവൻ ഇട്ടുകൊണ്ട് നടക്കില്ല. സോ ഒരു എക്സ്ട്രാ ഔട്ട്ഫിറ്റ് വേണം. അതൊരെണ്ണം നമുക്ക് പർച്ചേസ് ചെയ്യണം. പിന്നെ തമ്പൂന് ഷൂ വേണം, കിച്ചാമിന് ഷൂ വേണം, എനിക്കൊരു ഫുഡ് വെയർ വേണം അഫ്കോഴ്സ്. പിന്നെ പ്രസ് ഓൺ നെയിൽസ് വാങ്ങണം കേട്ടോ. ഞാൻ ആദ്യം നെയിൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അത്ര നേരം എനിക്ക് സമയമില്ല. എന്നാൽ പിന്നെ പ്രസ് ഓൺ നെയിൽസ് ചെയ്യാന്ന് വെച്ചു. പിന്നെ ഒരു ഫിഷ് ബൗൾ വേണം. വരുന്ന എല്ലാവർക്കും തമ്പൂന് വേണ്ടി ഒരു വിഷസ് എഴുതി ഇടിക്കാനായിട്ട് ഒരു ഫിഷ് ബൗൾ. പിന്നെ ഇയറിംഗ് വേണം ആൻഡ് നെയിൽ ഗ്ലൂ വേണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്, ഓൺലൈനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ ഇതെല്ലാം ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ മീഷോയിൽ നിന്നോ വാങ്ങാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം എങ്ങനെയാ ഷോപ്പിംഗ് തുടങ്ങിയാലോ?
അങ്ങനെ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ അറിയാം. അപ്പം ഇനി എന്തായാലും അടുത്ത സംഭവം നടക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ ബൈ. ഹായ് ഗായ്സ്, ഇപ്പം സമയം രാത്രി 11:05 കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്ത സാധനങ്ങൾ വന്നു, അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. സോ അപ്പം ഞാൻ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതൊക്കെ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഞങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ ഈ വാദം എന്താ അടച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞു സാധനം ഇരിപ്പുണ്ട്, തുറക്കാൻ നോക്കിയിരിക്കാൻ എൻ്റെ ഉള്ളിൽ കയറാണ്. അപ്പം ഞാൻ എല്ലാം എടുത്തിട്ട് വരാം. ഒരാൾ ക്യാമറയും കൊണ്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് എടുക്കാം. ഇതൊരു ഷൂ ആണ് കേട്ടോ, നമ്മൾ അന്ന് ബുക്ക് ചെയ്ത ഷൂ അല്ല ഇതിവിടെ ഉണ്ടായ ഷൂ ആണ്. ഞാനിപ്പം ഇതും കൂടി ഇൻ കേസ് എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇത് കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ചത്, ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയ ഷൂ ആണ് കേട്ടോ. ക്യാമറയുടെ ആംഗിളുകൾ മാറും, ഇവിടെ ഒരു കുഞ്ഞു കൈ ഉള്ളതുകൊണ്ട്. നമ്മൾ തമ്പുവിന് വേണ്ടി ബുക്ക് ചെയ്ത ഷൂ ദേ ഇതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇത് ഇത്തിരി വലുതാണ്, ഇട്ട ഊരിപ്പോണില്ല, പക്ഷെ ഇത്തിരി വലിപ്പമുണ്ട് ഇതിന്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പക്ഷെ ഇത് നമുക്ക് എന്തായാലും ഭാവിയിൽ യൂസ് ചെയ്യാം. കുഞ്ഞിക്കൈകളുണ്ടായിരുന്നു എൻ്റെ മൈക്ക് എടുക്കാൻ വേണ്ടി വരിക. ഷൂ നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, ജസ്റ്റ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴും ഏകദേശം സെയിം റേറ്റ് ആണ്. എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാട്ടെ ഈ വീഡിയോയിൽ. നെക്സ്റ്റ് വൺ എൻ്റെ ഷൂസ് ആണ്, അതും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് എൻ്റെ ഔട്ട്ഫിറ്റിന് നല്ല മാച്ചാണ്. ആൻഡ് ചെറിയൊരു ഹീലും വരുന്നുണ്ട്, ഒരുപാട് ഹീലില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കംഫർട്ടബിളും ആണ് ഇടാനായിട്ട്. നെക്സ്റ്റ് നെയിൽ ഗ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതും വന്നിട്ടുണ്ട്. ഇത് ഞാൻ മിസ് ക്ലെയറിന്റെ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മിസ് ക്ലെയർ നെയിൽ ഗ്ലൂ അടിപൊളിയാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യും. ആൻഡ് ഇത് നോട്ട് പാഡ് ആണ്, ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, സാധാരണ നോട്ട് പാഡ്. ഇതാണ് കേട്ടോ കിച്ചാവിന്റെ ഷൂസ്. ഇത് ലോഫേഴ്സ് ആണ്, ഇതും നല്ല അടിപൊളി ഫിറ്റ് ആണ്. നിങ്ങളൊരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലോഫേഴ്സ് ഒക്കെ നോക്കുന്നുണ്ട്, ഹസ്ബൻഡിനോ ബോയ് ഫ്രണ്ടിനോ അച്ഛനോ ചേട്ടനോ അനിയനോ അങ്കിളിനോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. അടിപൊളി സാധനമാണ്, ആൻഡ് ഭയങ്കര ബഡ്ജറ്റ് റേഞ്ചിലും ആണ് വരുന്നത്. ഈ പ്രൈസിന് ഇത് ഭയങ്കര വേർത്താണ് കേട്ടോ. ഇതാണ് ഇയറിങ്, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഇയറിങ് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. ഇതെനിക്ക് അതിന്റെ ഔട്ട്ഫിറ്റിന്റെ കൂടെ എങ്ങനെ ഉണ്ടാകും, മാച്ച് ആകുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇത് എൻ്റെ അമ്മയ്ക്ക് ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് മൈക്കൊക്കെ ഉണ്ടല്ലേ, ഈ ഒരു കമ്മല്, ഇതും എനിക്ക് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഇയറിങ് ആയതുകൊണ്ടിട്ട് ഇതും ചിലപ്പോൾ മാച്ച് ആവും തോന്നി ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇട്ട് നോക്കുമ്പോൾ ഏതാണോ നല്ലത് അതായിരിക്കും യൂസ് ചെയ്യണേ. ആൻഡ് ദിസ് ഇസ് ദ നെയിൽ കേട്ടോ, നമ്മൾ നെയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത നെയിലാണ്. എൻ്റെ ദൈവമേ എന്നെ ക്വാളിറ്റിയാന്ന് നോക്കിയേ, അടിപൊളി നെയിൽസ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, സ്റ്റോണൊക്കെ ഇട്ട് നല്ല എല്ലാ സാധനങ്ങളും വന്നു, എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ കണ്ട ഏതെങ്കിലും സാധനങ്ങൾ ഇഷ്ടമായെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഫ്ലിപ്കാർട്ടിലോ ഏതാണ് വെബ്സൈറ്റ് അവിടെ പോയിട്ട് വാങ്ങാൻ പറ്റും. സോ ഇനി നമുക്ക് അടുത്ത സംഭവം നടക്കുമ്പോൾ കാണാം. അങ്ങനെ ഇന്ന് നമ്മൾ കിച്ചാമിന്റെ ഔട്ട്ഫിറ്റ് ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിക്കാട്ടോ. രാവിലെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി, ഷോപ്പിന്റെ അടുത്തുള്ള കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫസ്റ്റ് നമ്മൾ പാലാരിവട്ടത്തെ ഒരു ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ നെറ്റിലൊക്കെ റിസർച്ച് ചെയ്ത് എവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുക നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ 1-2 ട്രൈ ചെയ്തു, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും അങ്ങോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയില്ല. അത് കഴിഞ്ഞ് നമ്മൾ എടപ്പള്ളിയിൽ ഒരു ഷോപ്പ് കണ്ടിട്ട് അവിടെ പോയി. അവിടെ ആണെങ്കിൽ സെയിൽസ് ഉണ്ടായിരുന്നില്ല, നമുക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടണമുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഭയങ്കര സീസൺ ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ അവൈലബിളും ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കിങ്സ്മാൻ സ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. ഇത് ആക്ച്വലി വീട് തൊട്ടടുത്താണ്, വൈറ്റിൽ നമ്മുടെ ഫസ്റ്റ് ക്രൈന്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഓർത്തി എന്തിനാണ് എടപ്പള്ളി വരെ പോയത്, ഇവിടെ ആദ്യം വന്ന് നോക്കിയാൽ മതിയായിരുന്നു, കാരണം അത്ര സാധനം കേട്ടോ. നിങ്ങളൊരു ഗ്രൂം ആണെങ്കിൽ ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നാൽ ഹെഡ് ടു ടോ വരെ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ കിച്ചാവിൻ്റെ ഈ സ്യൂട്ടൊക്കെ ഇടുമ്പോഴേക്കും നിങ്ങൾ ബും ഇരുന്ന് വെച്ചു, പക്ഷെ ഇവിടെ പുള്ളിക്ക് വേണ്ടി വെച്ച് തയ്ച്ച പോലെ ആയിരുന്നിട്ടുണ്ടായിരുന്നു, അത്ര പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു, ശരിക്കും ഒരു ഗ്രൂമിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്യൂട്ട്സ് നിങ്ങളുടെ ഏത് ബഡ്ജറ്റിനനുസരിച്ചുണ്ട്, 1000 rupees മുതലായിട്ട് റെന്റ് അവൈലബിൾ ആണ്. എല്ലാ സ്റ്റൈലും എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ കസ്റ്റമൈസേഷൻ ഉണ്ട്, അവർക്ക് സെയിലും ഉണ്ട്, അതുപോലെ തന്നെ റെന്റിങ് ഓപ്ഷൻ. അത്യാവശ്യം നല്ല വെറൈറ്റി ഡിസൈനർ സ്യൂട്ട്സും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്, എല്ലാ സൈസും. ഔട്ട്ഫിറ്റ് മാത്രമല്ല ആക്സറീസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഗ്രൂം ആണെങ്കിൽ കിങ്സ്മാൻ സ്യൂട്ട്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കിച്ചാവന്റെ ഈ ഔട്ട്ഫിറ്റ് ഹണ്ടിനോട് കൂടി നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ് ഇവിടെ കഴിയാണ് കേട്ടോ. ഷോപ്പിംഗ്സ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സൂൺ നമ്മുടെ
കുഞ്ഞിന്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു ബർത്ത്ഡേ സീരീസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഫുൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് വരും. അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കണ്ട എല്ലാത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത അങ്ങനെ ഇന്ന് നമ്മൾ കിച്ചാമിന്റെ ഔട്ട്ഫിറ്റ് ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിക്കാട്ടോ. രാവിലെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കടയ്ക്കറി, ഷോപ്പിന്റെ അടുത്തുള്ള കടയ്ക്കറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫസ്റ്റ് നമ്മൾ പാലാരിവട്ടത്തെ ഒരു ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ നെറ്റിലൊക്കെ റിസർച്ച് ചെയ്ത് എവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുക നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ 1-2 ട്രൈ ചെയ്തു. ചിലതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും അങ്ങോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയില്ല. അത് കഴിഞ്ഞ് നമ്മൾ എടപ്പള്ളിയിൽ ഒരു ഷോപ്പ് കണ്ടിട്ട് അവിടെ പോയി. അവിടെ ആണെങ്കിൽ സെയിൽസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടണുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഭയങ്കര സീസൺ ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ അവൈലബിളും ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കിങ്സ്മാൻ സ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. ഇത് ആക്ച്വലി വീട് തൊട്ടടുത്താണ്. വൈറ്റിൽ നമ്മുടെ ഫസ്റ്റ് ക്രൈൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഓർത്തി എന്തിനാണ് എടപ്പള്ളി വരെ പോയത്, ഇവിടെ ആദ്യം വന്ന് നോക്കിയാൽ മതിയായിരുന്നു. കാരണം അത്ര സാധനം കേട്ടോ. നിങ്ങളൊരു ഗ്രൂം ആണെങ്കിൽ ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നാൽ ഹെഡ് ടു ടോ വരെ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ കിച്ചാവിൻ്റെ ഈ സ്യൂട്ടൊക്കെ ഇടുമ്പോഴേക്കും ഞങ്ങൾ ബും ഇരുന്ന് വെച്ചു. പക്ഷെ ഇവിടെ പുള്ളിക്ക് വേണ്ടി വെച്ച് തയ്ച്ച പോലെ ആയിരുന്നിട്ടുണ്ടായിരുന്നു. അത്ര പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. ശരിക്കും ഒരു ഗ്രൂമിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്യൂട്ട്സ് നിങ്ങളുടെ ഏത് ബഡ്ജറ്റിനനുസരിച്ചുണ്ട്. 1000 rupees മുതലായിട്ട് റെന്റ് അവൈലബിൾ ആണ്. എല്ലാ സ്റ്റൈലും എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ കസ്റ്റമൈസേഷൻ ഉണ്ട്. അവർക്ക് സെയിലും ഉണ്ട്, അതുപോലെ തന്നെ റെന്റിങ് ഓപ്ഷൻ. അത്യാവശ്യം നല്ല വെറൈറ്റി ഡിസൈനർ സ്യൂട്ട്സും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. എല്ലാ സൈസും ഔട്ട്ഫിറ്റ് മാത്രമല്ല ആക്സറീസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഗ്രൂം ആണെങ്കിൽ കിങ്സ്മാൻ സ്യൂട്ട്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കിച്ചാവന്റെ ഈ ഔട്ട്ഫിറ്റ് ഹണ്ടിനോട് കൂടി നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ കഴിയാണ് കേട്ടോ. ഷോപ്പിംഗ്സ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സൂൺ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു ബർത്ത്ഡേ സീരീസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഫുൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് വരും. അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കണ്ട എല്ലാത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ